പുള്ളിക്കാരൻ പോകാൻ പോവാ. പുള്ളിക്കാരനോ? ആ, പുള്ളി പോവും. അത് പറയാം. ആ പുള്ളിക്കാരൻ്റെ കാര്യം പറയാം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രേക്ഷകർ കാണണം, കാണാതിരിക്കരുത്. പക്ഷി ഉണ്ടല്ലോ, പക്ഷി പറക്കുമല്ലോ. പറക്കും. അതിന് ചിറക് ഉണ്ട്. ചിറകുണ്ടെങ്കിൽ പറക്കാം. ചിറകുണ്ടെങ്കിലേ പറക്കാൻ പറ്റൂ. അതിന് ആരുടെയെങ്കിലും അനുവാദം വേണോ? രാവിലെ വന്നിട്ട് സാർമാരെ ഞാനൊന്ന് പറന്നോട്ടെ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ചിറകുണ്ടെങ്കിൽ പറക്കാം. കാരണം ചിറകുകളുണ്ട്. ചിറക് ആരുടെയാണ്? ആ പക്ഷിയുടെയാണ്. പക്ഷിയുടെയാണ്. പക്ഷിക്ക് ചിറകുണ്ടെങ്കിൽ പക്ഷിക്ക് പറക്കാം. അതുപോലെ പക്ഷി പറന്നു പോകുമ്പോൾ സ്റ്റോപ്പ് ബോർഡ് കാണിക്കാൻ ആരെങ്കിലും ഉണ്ടോ? പറക്കാൻ പാടില്ല, ആകാശം എൻ്റെയാണെന്ന്. അങ്ങനെ ആർക്കും പറയാൻ പറ്റില്ല. ആകാശം ആരുടെയല്ല, ആകാശം എല്ലാവരുടെയുമാണ്, എല്ലാവരുടെയും കൂടിയാണ്. ഒരു രസകരമായ വാചകമാണ് അല്ലേ? അതെ. പറക്കാൻ അനുവാദം ചോദിക്കണമെന്ന് പറയരുത്. ചിറകുകൾ നിങ്ങളുടേതാണ്. അതുകൊണ്ട് മാത്രമല്ല, നിങ്ങൾ പറക്കാൻ ഉദ്ദേശിക്കുന്ന ആകാശവും ഒരുത്തൻ്റെ അല്ല, എല്ലാവരുടെയും കൂടിയാണ്. വിശാലമായ ആകാശം. വിശാലമായ ആകാശമാണ്. ഇത് പുള്ളിക്കാരൻ പറഞ്ഞതാണ്. ഈ പുള്ളിക്കാരൻ കുറച്ച് പേരോട് പറയുന്നില്ല. ശശി തരൂർ അല്ലാതെ ആരായിരിക്കും? ശശി തരൂരിൻ്റെ ട്വീറ്റ് വന്നിരിക്കുന്നു. ഒരു പക്ഷിയുടെ പടമൊക്കെ വെച്ചിട്ട് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറക്കും. ഇപ്പോൾ മോസ്കോയിലാണല്ലേ? അതെ. മോദി പറഞ്ഞു മോസ്കോയ്ക്ക് പോയി. വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന സംഘത്തെ ഒരുമിച്ച് കണ്ടു. 18-ാം തീയതി 19-ാം തീയതി മോദി തനിച്ച് തരൂരിനെ കണ്ടു. പൊക്കോളം പറഞ്ഞു. അവിടെ പോയി റഷ്യൻ നേതൃത്വമായിട്ട് സംസാരിച്ച് അതിമനോഹരമായ ഭാഷയിൽ സംസാരിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ദൗത്യ സംഘത്തിൻ്റെ കാര്യവും വൻ വിജയമായിരുന്നു. പക്ഷേ ശശി തരൂരിനെ വീണ്ടും മോദി വിട്ടിരിക്കുന്നു. പാർട്ടിയോട് ചോദിച്ചില്ല, പാർട്ടിയോട് ചോദിക്കാതെ പോയി എന്ന് കോൺഗ്രസ് പറയുന്നു. അതിനുള്ള മറുപടിയാണ് പറക്കാൻ ആരുടെയും അനുവാദം വേണ്ട, ചിറകുകൾ നിൻ്റെയാണ്, ആകാശം ഈ പറയുന്നവൻ്റെ അപ്പൻ്റെ വകയല്ല എന്ന് മലയാളത്തിൽ വേണേൽ വ്യാഖ്യാനിക്കാം, അല്ലേ? എല്ലാവരുടെയുമാണ്. അതെ. അത് ശശി തരൂർ മോസ്കോയിലേക്ക് പോയതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതൻസിലേക്ക് ഇനി പോകും, മോദി പറഞ്ഞതുപോലെ പോകും, അതിനുശേഷം UK പോകും, ബ്രിട്ടനിൽ പോകും. 2 ആഴ്ചത്തെ പര്യടനമാണ്. ഇന്ത്യയുടെ സന്ദേശം നരേന്ദ്രമോദിക്ക് ഈ പറയുന്ന പോലെ UK, റഷ്യ, ഗ്രീസ് 3 രാജ്യത്തെ ഭരണ നേതൃത്വത്തോട് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ നരേന്ദ്രമോദി പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അതിനുള്ള മറുപടിയായിട്ട് എടുക്കാം, അല്ലേ? അതെ. പിന്നെ പാർട്ടി അച്ചടക്കം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. മര്യാദയ്ക്കല്ലെങ്കിൽ, അതായത് മോദി പറയുന്ന പോലെ തുള്ളാനാണെങ്കിൽ വടിയെടുക്കും എന്ന് പറഞ്ഞാൽ അവരോടും പറയും പറക്കാൻ അനുവാദമൊന്നും വേണ്ട, ചിറക് എൻ്റെയാണ്, ആകാശം നിൻ്റെ വകയല്ല, എല്ലാവരുടെയും കൂടിയാണ്. വേണ്ടി വന്നാൽ കോൺഗ്രസിൽ നിന്നും പോകും എന്ന് വ്യാഖ്യാനിക്കാൻ പറ്റുമോ? പറ്റുമല്ലോ. അതെ. അദ്ദേഹം പറയുന്നുണ്ട്, ഞാനേ ഈ പോയിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ പാർട്ടി ചേരാനൊന്നുമല്ല, എനിക്ക് ദേശീയ താല്പര്യമാണ് വലുത്, എനിക്ക് ഇന്ത്യയാണ് വലുത്, ഇന്ത്യ ഫസ്റ്റ്. ഞാൻ ഇന്ത്യക്ക് വേണ്ടി നിൽക്കാൻ വേണ്ടിയാണ് 25 വർഷത്തെ എൻ്റെ ഐക്യരാഷ്ട്രസഭയിലെ സേവനം കഴിഞ്ഞിട്ട് ഈ നാട്ടിലേക്ക് വന്നു. എനിക്ക് രാജ്യത്തിന് വേണ്ടി നിൽക്കണം. ഇത് കോൺഗ്രസ്സിലെ എത്ര പേർക്ക് പറയാൻ പറ്റുന്നു? കാരണം ഇടയ്ക്ക് നമ്മുടെ പപ്പു രാഹുൽ ഗാന്ധിയെ കുറച്ച് ദിവസം കാണാനില്ലായിരുന്നു. എവിടെ പോയതായിരുന്നു? ജോർജ് സോറോസിൻ്റെ മകൻ അലക്സ് സോറോസിൻ്റെ കല്യാണത്തിന് പോയതാണെന്ന് കിംവദന്തിയുണ്ട്. ആളുണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ എന്ത് പാകിസ്ഥാനിൻ്റെ മുന്നിൽ ഇന്ത്യ മുട്ടുകുത്തി, പാകിസ്ഥാൻ നമ്മുടെ തലയെ ചവിട്ടി എന്നൊക്കെ പറഞ്ഞ് പുള്ളി വന്നേനെ. പ്രസ്താവനകൾ കണ്ടില്ല. ഇപ്പം തിരിച്ചു വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എന്നാലും തരൂരിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല രാഹുൽ ഗാന്ധിക്കും. കാരണം തരൂർ ഇംഗ്ലീഷ് പറയും, അദ്ദേഹം മംഗ്ലീഷാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഇംഗ്ലീഷൊക്കെ അറിയാം, പക്ഷേ തരൂർ പറയുന്ന ഇംഗ്ലീഷ് വാക്കുകളുടെ അർത്ഥം, മീനിങ് കണ്ടുപിടിക്കണമെങ്കിൽ, അർത്ഥം കണ്ടുപിടിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധി ഓക്സ്ഫോർഡ് ഡിക്ഷണറി എടുത്ത് നോക്കേണ്ടി വരും. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, ഇപ്പം നമ്മൾ നോക്കുമ്പോൾ രാഹുലും ശശി തരൂരും ആരുടെയാണ് കരിസ്മ കൂടുതൽ? ശശി തരൂരാണ്. ശശി തരൂർ എന്ന മനുഷ്യൻ രാഷ്ട്രീയക്കാരൻ, കോൺഗ്രസിൻ്റെ MP, തിരുവനന്തപുരംകാരുടെ MP, മലയാളി, ഇപ്പോൾ ഒരു നാഷണൽ ഫിഗറല്ല, ഒരു ഇൻ്റർനാഷണൽ ഫിഗറായി മാറി. അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ പ്രവർത്തിച്ച കാലത്ത് തന്നെ അത്തരം ഒരു മുഖമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യക്കൊരു പ്രശ്നം വന്നപ്പോൾ, രാജ്യം ശത്രു രാജ്യവുമായി യുദ്ധത്തിലേർപ്പെട്ടപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ കൂടെ, നമ്മുടെ ജനതയുടെ കൂടെ, നമ്മുടെ സൈന്യത്തിൻ്റെ കൂടെ ഉറച്ചു നിന്ന ആൾ എന്നുള്ളൊരു ഇമേജ് ഉണ്ടല്ലേ? അതെ.
അങ്ങനെ ഒരു ഇമേജ് ഒവൈസിക്കുണ്ട്. ഒവൈസിയുടെ ഇമേജിന് പിന്നിൽ, ഒവൈസിയുടെ മനംമാറ്റത്തിന് പിന്നിൽ ചില ആളുകളൊക്കെ പറയുന്നുണ്ട് 60,000 കോടി രൂപയുടെ വഖഫ് പ്രോപ്പർട്ടി, വഖഫിൻ്റെ ആണെന്ന് പറഞ്ഞ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ഒവൈസിയാണ്. അതിപ്പോൾ വഖഫ് നിയമ ഭേദഗതി വന്നതുകൂടി അതെല്ലാം കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ടാണ് ഒവൈസി ഇങ്ങനെ നിലപാടെടുത്തതെന്ന് ദോഷൈക ദൃക്കുകളോ നല്ല ദൃക്കുകളോ പറയുന്നുണ്ട്. അതിൻ്റെ വസ്തുതയിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ഏതായാലും കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, മുസ്ലിം ലീഗ്, പോപ്പുലർ ഫ്രണ്ടിൻ്റെ വാലായ SDPI അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികൾ എടുത്ത നിലപാടിനേക്കാളും വലിയ നിലപാടെടുത്ത് ഇന്ത്യക്ക് അനുകൂലമായി പാകിസ്ഥാനെതിരെ ഒവൈസിയുടെ പാർട്ടി ഒവൈസി എടുത്തു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ കേരള യൂണിയൻ മുസ്ലിം ലീഗ് എന്താ പറഞ്ഞത്? പഹൽഗാം അക്രമത്തെ ഒന്ന് അപലപിച്ചു. അതെ, ഈ കേരളത്തിൽ നമ്മുടെ ഈ കൊച്ചിയിൽ ഇടപ്പള്ളിയിൽ രാമചന്ദ്രൻ ചേട്ടൻ അല്ലേ, അതെ, അദ്ദേഹം മരിച്ചില്ലേ? അതെ. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ലീഗിലെ ആരെങ്കിലും ഒന്ന് വന്നോ? ഒരാൾ പോലും പോയില്ല. വന്നില്ലല്ലോ. നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ പ്രതീക്ഷിച്ചു. എൻ്റെ വളരെ അടുത്ത സുഹൃത്ത്, ലീഗിൻ്റെ അഭിഭാഷകനായിട്ടുള്ള എൻ്റെ വളരെ അടുത്ത സുഹൃത്ത്, ഞങ്ങൾ ഒരു ക്ലാസ്സിൽ ലോ കോളേജിൽ പഠിച്ചതാണ്, മുഹമ്മദ് ഷാ ഉണ്ട്. അദ്ദേഹം ഈ എറണാകുളത്ത് ഈ ഇടപ്പള്ളിയിൽ നിന്ന് വളരെ കുറച്ച് ദൂരത്തിലാണ്. അദ്ദേഹം അടുത്ത പ്രാവശ്യം കളമശ്ശേരിയിൽ സ്ഥാനാർത്ഥിയാകും എന്നാണ് പറഞ്ഞത്. UDFൻ്റെ മികച്ച സ്ഥാനാർത്ഥിയാണ്. ഒന്നാന്തരം അഭിഭാഷകനാണ്, ഒന്നാന്തരം വ്യക്തിത്വത്തിനുടമയാണ്, ഒരു തർക്കമില്ല. എൻ്റെ സുഹൃത്തായതുകൊണ്ട് മാത്രമല്ല, എനിക്കറിയാം, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരല്ലേ. അദ്ദേഹത്തിൻ്റെ കാലിബറിനെ കുറിച്ചും ഒന്നും എനിക്ക് സംശയമില്ല. ഞാൻ ഓർത്ത് അദ്ദേഹമെങ്കിലും പോകുമെന്ന്. പോയില്ല. കാരണം കളമശ്ശേരി എടപ്പള്ളിക്കടുത്ത്, എടപ്പള്ളി മണ്ഡലത്തിൽ അല്ലേ, എടപ്പള്ളി കളമശ്ശേരി മണ്ഡലത്തിലാണ്. പോയില്ല. അത് അല്ല എന്ന് കരുതുന്നു, അല്ലെങ്കിൽ സ്വാഭാവികമാണ്. അങ്ങനെ പോകാൻ പറ്റില്ല. കാരണം മതം ചോദിച്ചു കൊന്ന സംഭവത്തിൽ ഇരയായ ഒരു മനുഷ്യൻ്റെ വീട്ടിൽ പോകണമെങ്കിൽ അതിനെ അപലപിക്കേണ്ടി വരും. അതിനെ അപലപിച്ചാൽ ഇവിടെയുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല, ചിലർക്ക്. അതുകൊണ്ടാണ് പഹൽഗാം കൂട്ടക്കൊല നടന്നപ്പം മലയാളികൾ അവിടെ 26 പേരെ കൊന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെ വന്ന് ഇമോജി ഇട്ട മലയാളികളുണ്ട്. ഇതാണ് നമ്മുടെ അത്തരമൊരു അവസ്ഥയിൽ രാജ്യം നിൽക്കുമ്പോൾ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുകയാണ് ശശി തരൂർ. ശശി തരൂർ കോൺഗ്രസിൽ നിന്ന് പോകും എന്ന് സിനിമ വരുന്നുണ്ടോ? പൊയ്ക്കൂടാഴിയില്ല. എന്തുകൊണ്ട് പൊയ്ക്കൂടാഴിയില്ല? പക്ഷേ സ്വാഭാവികമായിട്ടും ആ പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ചു, പിന്നീട് അതിൻ്റെ കുറേ കോൺസിക്വൻസസ് ഒക്കെ നേരിടേണ്ടി വരുന്നതുകൊണ്ട് ഒരു പക്ഷേ അല്ല, പോയാൽ ഉള്ള MP സ്ഥാനം നഷ്ടപ്പെടും. അതാ, അതുകൊണ്ടായിരിക്കാം പദവി നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ട് ഒരു പക്ഷേ പോയില്ലായിരിക്കും. MP സ്ഥാനം അത്ര വലിയ പദവിയാണോ? അത് അദ്ദേഹമല്ലേ തീരുമാനിക്കുക. ഇപ്പോൾ തരൂരിന് നമ്മുടെ പ്രധാനമന്ത്രി കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന പദവി അല്ലെങ്കിൽ പൊസിഷൻ ഒരു MP-യുടേതാണോ? അല്ല, അതിനൊക്കെ ഒരു വിദേശകാര്യമന്ത്രിക്ക് തുല്യമായ, അതെ അല്ലേ, വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന ആൾക്ക് വിദേശകാര്യമന്ത്രിക്ക് തുല്യമായ ഒരു പദവി. നാളെ അദ്ദേഹത്തെ വിദേശകാര്യമന്ത്രിയാക്കുമെന്നല്ല ഞാൻ പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ നമ്മളെ ഡിപ്ലോമാറ്റ്സ് അല്ലേ, അതെ, അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രിമാർ, മന്ത്രിയോ സഹമന്ത്രിയോ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ തരൂർ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. അതായത് പ്രതിപക്ഷ കക്ഷിയിൽ പ്രതിപക്ഷത്തു നിന്ന്. അതാണ് പ്രശ്നം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ തരൂരിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു തരൂർ എന്ന മനുഷ്യൻ രാജ്യത്തിന് വേണ്ടി നിൽക്കുക. അപ്പോൾ ഖാർഗെ ഇപ്പോൾ പറഞ്ഞു, തരൂർ ഒരു ലേഖനം എഴുതി കേട്ടോ, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഒരു ഗ്ലോബലി എങ്ങനെയാണ് അതിൻ്റെ ഇമ്പാക്ട്സ് എന്നൊക്കെ പറയുന്നൊരു ലേഖനം എഴുതി. അതിനകത്ത് പറയുന്നത് മോദിയുടെ എനർജി, അദ്ദേഹത്തിൻ്റെ ഡൈനാമിസം, അദ്ദേഹത്തിൻ്റെ വില്ലിങ്നെസ്, കാര്യങ്ങൾ ചെയ്യാനുള്ള സന്നദ്ധത, ഇതൊക്കെ ഭാരതത്തിനൊരു അസറ്റാണ്. ഇഷ്ടപ്പെടുവോ ഖാർഗെക്ക്? ഇഷ്ടപ്പെടുവോ കോൺഗ്രസ്സിന്? കാരണം നമ്മുടെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് നമ്മൾ 11 വർഷമായി നരേന്ദ്രമോദി ഭരിക്കുന്നു. ഈ 11 വർഷത്തിനിടയ്ക്ക് ഒരു ദിവസമെങ്കിലും മോദിക്ക് പനി വന്ന് കിടപ്പായി എന്ന് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പരിപാടി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമായതുകൊണ്ട് മാറ്റിവെച്ചെന്ന് കേട്ടിട്ടില്ല. അദ്ദേഹം ഉറങ്ങുന്നത് 2-3 മണിക്കൂറുകളാണ് ഒരു ദിവസം ഉറങ്ങുന്നതെന്നാണ് നമ്മൾ കേട്ടത്. മാത്രമല്ല അദ്ദേഹം പലപ്പോഴും കിടന്നുറങ്ങുന്നത്, ഈ എറണാകുളത്തൊക്കെ വന്നപ്പോൾ അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ കിടന്നത് ഗസ്റ്റ് ഹൗസിലെ ജീവനക്കാർ പറഞ്ഞു അദ്ദേഹം വെറും തറയിൽ അല്ലേ, അതെ, പായ വിരിച്ചാണ് കിടന്നത്. അയോധ്യയിലേക്ക് പോകുന്നതിന് മുമ്പ് വൃദ്ധത്തിലായിരുന്നു. അങ്ങനെ വലിയ പ്രിൻസിപ്പിൾസ് വെച്ച് ജീവിക്കുന്നൊരു പ്രധാനമന്ത്രി നമുക്കുണ്ട്. അത് ഈ രാജ്യത്തിൻ്റെ അസറ്റാണ്. അതുകൊണ്ട് നമ്മൾ മോദിക്ക് പിന്തുണ കൊടുക്കണം എന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസം തരൂർ എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഖാർഗെ പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷൊന്നും അറിയത്തില്ല, പക്ഷെ തരൂരിന് നല്ല ഇംഗ്ലീഷിൽ എഴുതുന്നു. അങ്ങനെ തരൂരിന് ഇംഗ്ലീഷ് നല്ലതായതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ വർക്കിംഗ് കമ്മിറ്റിയിലെടുത്തത്.
എന്നാൽ പിന്നെ നല്ല ഇംഗ്ലീഷുള്ള പുള്ളിയെ ഇംഗ്ലീഷ് അറിയാത്ത ഈ മരപ്പൊട്ടന്മാരെ പ്രസിഡന്റ് ആക്കുന്നതിന് പകരം അങ്ങ് പ്രസിഡന്റ് ആക്കി അതെ അതല്ലേ ചേട്ടൻ, നീ കാർഗെ സ്വയം പറയണ്ടേ, ഞാനങ്ങ് മാറിയിരിക്കാൻ കൊള്ളാവുന്നൊരുത്തൻ, കാലിബറുള്ള ശേഷിയുള്ള ഒരുത്തൻ. അപ്പോൾ വേറെ കാര്യമുണ്ട്, ശശി തരൂരിന് സ്വന്തമായിട്ട് അഭിപ്രായമുണ്ട്, ഉണ്ടാകാൻ പാടില്ല. ഖാർഗയ്ക്ക് അതിൽ മുമ്പൊരിക്കലും ഒരു വീഡിയോ ഞാൻ ഇന്ന് തപ്പിയിട്ട് കിട്ടിയില്ല, നമ്മുടെ പ്രേക്ഷകരെ കാണിക്കാമായിരുന്നു. അതായത് ഖാർഗയും രാഹുൽ ഗാന്ധിയും കൂടെ നടന്നു പോകുന്നു. പെട്ടെന്ന് രാഹുൽ ഇങ്ങനെ മൂക്കി ചുറ്റിട്ട് കൈ മുന്നിൽ പോകുന്ന ഖാർഗയുടെ കോട്ടിൽ തൂക്കുന്നു. സത്യമാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു വീഡിയോ ഉണ്ട്. 1 വർഷം മുമ്പ് വന്നതാണ്. ഇദ്ദേഹത്തിനെ AICC പ്രസിഡൻ്റായി തെരഞ്ഞെടുത്തതിന് ശേഷമോ തെരഞ്ഞെടുക്കുന്നതിന് തൊട്ട് മുമ്പോ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ശശി തരൂരിൻ്റെ ഉടുപ്പിൽ തൂക്കാൻ പറ്റുമോ? തിരിഞ്ഞ് ചിലപ്പോൾ അടി കൊടുക്കും. അതാണ് കുടുംബത്തിൽ പറഞ്ഞ ആളുകളുടെ ഗുണം. പക്ഷെ ഇങ്ങനെ എനിക്ക് വേണമെങ്കിൽ എനിക്കൊന്ന് മൂക്ക് ചുറ്റി തുടയ്ക്കാൻ പറ്റുന്ന ഒരാൾ പ്രസിഡന്റ് ആവണമെന്ന് രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്ന കുഴപ്പമില്ല. അങ്ങനെ ഒരു പ്രധാനമന്ത്രി അവർക്കുണ്ടായിരുന്നു. പിന്നെയാണ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ഏതായാലും ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് ശശി തരൂർ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്രധാനമന്ത്രി ഇന്ത്യയിലെ മറ്റേതൊരു പ്രധാനമന്ത്രിമാരെക്കാളും വിദേശയാത്ര നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഗുണം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. ലോകം മുഴുവൻ ഇന്ത്യയുടെ സന്ദേശം എത്തിയിരിക്കുന്നു. മോദിക്ക് സ്വാധീനമുള്ള രാജ്യങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ലോകത്ത് പലയിടത്തും മോദിയുടെ വാക്കുകൾ സ്വാഗതം ലോകം കേൾക്കുന്നു. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കണം. നമ്മുടെ നാട്ടിലെ പാർട്ടികൾ, നമ്മുടെ നാട്ടിലെ സംഘടനകൾ, നമ്മുടെ നാട്ടിലെ ജനങ്ങൾ എല്ലാവരും മോദിയുടെ പിന്നിൽ അണിനിരക്കണം. ഒറ്റക്കെട്ടാണ് ഇന്ത്യ എന്ന് പറയണം എന്ന് തരൂർ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ ചോദ്യത്തിലേക്ക് വരാം. പോകുമോ? സാധ്യതയുണ്ട്. പോകും അല്ലേ? അതെ. പക്ഷിക്ക് സ്വതന്ത്രമായിട്ട് പക്ഷിയുടെ ചിറകുകൾ ആരും കെട്ടിയിട്ടില്ല, പറക്കാനുള്ളതാണ്. അതെ. അപ്പോൾ പറക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. പറക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.